അപ്പോൾ ആ പൊടി ഉണ്ടെങ്കിൽ സാറ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് നിന്നു. ഈ പൊടിയൊക്കെ ഇരുന്ന വൈറസുകളൊക്കെ വരും കേട്ടോ. ഒന്ന് തട്ടിക്കളഞ്ഞിട്ടിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ അണ്ണാക്കിൽ കിട്ടിയല്ലോ അല്ലേ. ഇതാണ് മതേതരത്വം കേട്ടോ. ഞാൻ പറഞ്ഞതല്ല, അലിയാർ കാസിമി പറഞ്ഞതാണ്. ഖുർആനിൻ്റെ അധ്യാപനമാണ്. കാഫിറുകളായ ആളുകളോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് കാക്ക കുറച്ച് വെടിപ്പായിട്ട് പറഞ്ഞതേ ഉള്ളൂ. താത്ത ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും താത്താമാർക്കും അറിയാം ഇത് വളരെ കൃത്യമായിട്ട് കേട്ടോ. അപ്പോൾ ഇനി മദ്രസയിലേക്ക് പോകുമ്പോഴേക്ക് ഉസ്താദുമാരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടാകും, ഒന്ന് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിച്ചത്. ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് മാത്രം. എന്താ നോക്കട്ടെ. മനോഹരമായൊരു ആചാരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഒരു കിളുന്തു കൊച്ചിനെ ഒരു കിളവനെ കൊണ്ട് കെട്ടിക്കുക. അപ്പോൾ ഇവരുടെ ഒരു ആചാരമുണ്ട്, പെണ്ണിനെ കൈപിടിച്ച് ഏൽപ്പിക്കുന്ന ഒരാചാരം. ഈ പോക്രിത്തരം, ഈ തന്തയില്ലായ്മ നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. 60 വയസ്സുകാരൻ 6 വയസ്സുകാരിയെ കെട്ടിയതിൻ്റെ അത്രയും കുഴപ്പമൊന്നുമില്ല. വാപ്പയാണ് ആ കൊച്ചിനെ പിടിച്ചവൻ്റെ കയ്യിൽ. കൊച്ചൊരു രൂപത്തിലും കൈ കൊടുക്കുന്നില്ല. ആ കൊച്ച് ശരീരം തളർന്നു, താഴെ വീണു. വീണ്ടും ആ കൊച്ചിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. കൊച്ച് അലറി കരയുന്നു, കൊച്ച് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. എന്ത് സുന്ദരമായിട്ടുള്ള ആചാരങ്ങൾ! ഇവിടെയുള്ള വല്ല മലരന്തണ്ടികളും ഇതൊക്കെ കാണുന്നുണ്ടോടാ നാറികളെ. ഇതിൻ്റെ കമൻറ്റുകൾ വളരെ രസകരമാണ് കേട്ടോ. ആളുകൾക്ക് ഇതൊക്കെ കണ്ടാലെങ്കിലും വെളിവ് വയ്ക്കുമോ എന്ന് നമുക്കറിയണ്ടേ. നോക്കൂ, ഇവിടത്തെ മുക്കാലുകൾ കാണുന്നുണ്ടോ ആവോ ഈ പോക്രിത്തരം? കഷ്ടം, മിണ്ടണ്ട. ആ ഓമ്പിയ മതേതരം തകരും. എല്ലാ പ്രാകൃത മതങ്ങൾക്കും പ്രാകൃത ആചാരങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ഇത് അറബി നാട്ടിലാണോ? ഇസ്ലാമിൽ പെണ്ണിൻ്റെ സമ്മതവും വേണം വിവാഹത്തിന്, കോപ്പ് വേണം. ഇതാരാണ് മുഹമ്മദേ? എൻ്റെ കൊച്ചുമോളാണോ? അല്ല കോയ, ഇത് ഞമ്മൻ്റെ പുതിയ ബീവിയാണ്. ഒരു ചെറിയ കുഞ്ഞിനെ വീൽ ചെയറിൽ ഇരുത്തിയേക്കുക. മമ്മദിൻ്റെ അതേ സ്വഭാവം. കിളവന് നല്ല ഫ്രഷ് തന്നെ വേണം. 60 വയസ്സുള്ള മമ്മദ് 6 വയസ്സുകാരിയെ കിട്ടിയതുപോലെ കണ്ടോ. ആളുകൾക്ക് ബോധം, നമുക്ക് തന്നെ വേണ്ടത്. നാറിയ മതാചാരം. അയ്യേ, അറപ്പ് തോന്നുന്ന മുഖം. പണം വാരിക്കോരി കൊടുത്തു കാണും, യോനിക്കൂലി. അങ്ങനെ ഏതാണ്ടല്ലേ പറയുന്നത്. ആ പാവം കുട്ടിയെ ഒരു കിളവന് വിൽക്കുന്ന മനോഹരമായ കാഴ്ച. കഷ്ടം തന്നെ. നരകമതം. ഞമ്മൻ്റെ ആളുകളുടെ സ്ത്രീ സ്വാതന്ത്ര്യമാണിതൊക്കെ. മതം തലയ്ക്ക് പിടിച്ചവർ. ഇവരുടെ ഇടയിൽ നിന്നും വിവരമുള്ളവർ വരാതെ നടക്കില്ല. കേന്ദ്ര ഗവൺമെൻറ് തൊലാക്ക് നിരോധിച്ചതുകൊണ്ട് അത്രയെങ്കിലും സ്ത്രീകൾ സുരക്ഷിതരായി. പാവം മകളെ കൊച്ചിൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പന് കെട്ടിച്ചു കൊടുത്തു. പുരുഷന്റെ അടിമകൾ. ഇതാണ് നബിചര്യ. പാവം ആ ചെറുപ്പക്കാരനായ പുതിയാപ്പിളയുടെ ഒരു ടെൻഷൻ. എൻ്റെ മക്കളെ, അങ്ങ് ഊപ്പിയിലോട്ട് നോക്കിയാൽ ഇതിലും വലുത് കാണാൻ പറ്റും. ചാണകം കണ്ടോ. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ആ പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ നടത്തുന്ന വിവാഹം തടയണം, പോലീസ് ഇടപെടണം. കഴിഞ്ഞുപോയി എല്ലാം. പെണ്ണിൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമുണ്ടല്ലോ, വരനാണെന്ന് പറയുന്നു. അപ്പാപ്പന് കഷ്ടം. എന്തൊരു നാട്, എന്തൊരു മതം! ഈ ക്രൂരതയ്ക്ക് ഉത്തരമില്ലാതെ വിയർക്കുന്ന മതഭ്രാന്തന്മാരുടെ കൗണ്ടർ പോസ്റ്റ് തപ്പിയെടുക്കാൻ പെടുന്ന പാട്. സമാധാന മതത്തിലെ അനാശാസ്യാചാരം. ചുമ്മാതല്ല ആസാം മുഖ്യമന്ത്രി നിയമം കൊണ്ടുവന്നത്. കണ്ടോ, കഷ്ടം. ആ പെണ്ണു മരിക്കുന്നതാണ് ഇതിനേക്കാളും നല്ലത്. എന്നാലും ഡ്യൂപ്ലിക്കേറ്റുകൾ ഒറിജിനൽ ആവാൻ മരണക്കളി കളിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണിത്. എവിടെ ഫെമിനിസ്റ്റുകളും പുരോഗമനവാദികളും? എന്തായാലും ആ പെണ്ണിനെ കിളവൻ അധികകാലം കളിക്കില്ല. കഷ്ടം. ഇതൊക്കെയാണ് ലിംഗം മുറിച്ച് വികലമാക്കി മതവിവേചനം ആരംഭിച്ചത് സംഘികളല്ല.
മീശ വടിച്ച് താടി നീട്ടി മതവിവേചനം ആരംഭിച്ചത് സംഘികളല്ല. കറുത്ത ചാക്കിലെ ശരീരം മൂടി മതവിവേചനം ആരംഭിച്ചത് സംഘികളല്ല. ഭക്ഷണത്തിൽ തുപ്പി ഹലാലാക്കി മതവിവേചനം ഉണ്ടാക്കിയത് സംഘികളല്ല. എതിർക്കുക മാത്രമാണ് സംഘികൾ ചെയ്തത്. ഇത്തരം തെണ്ടിത്തരം കാണിക്കുമ്പോഴൊക്കെ എന്തൊരു കഷ്ടമാണ്. ഇതിനൊക്കെ ഒരു അവസാനമില്ലേ? അപ്പോൾ നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നു. കാരണം നമുക്ക് മക്കളുണ്ട്. ഇത്രയും ഭ്രാന്തന്മാരായിട്ടുള്ള മതവിശ്വാസികൾ നോക്ക, അടിമ പെണ്ണിനെ നിർബന്ധിപ്പിച്ച് വ്യഭിചാരം ചെയ്യിപ്പിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുറ്റമല്ല. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പുസ്തകം 8,3373 ഹദീസ്, 24 അധ്യായത്തിലെ 33 വചനം വായിച്ചു നോക്കിയാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അപ്പോൾ കല്യാണം കഴിക്കാതെ തന്നെ ഒരു മുസ്ലിം പുരുഷന് അവൻ്റെ അധീനതയിൽ എത്ര അടിമ പെണ്ണുങ്ങളെ വേണമെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്നത്. പൈസ കൊടുക്കുന്നു, പെണ്ണിനെ വാങ്ങുന്നു, പിന്നീട് നമ്മുടെ അടിമയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഖുർആൻ 23-5, 6, 70, 29, 30, 4, 24, 33, 50, 52, 4 അധ്യായത്തിൽ 3, 4 ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും കാര്യങ്ങളൊന്ന് മനസ്സിലാകും. തൻ്റെ അടിമകളുടെ സൗന്ദര്യം പ്രവാചകൻ ആസ്വദിച്ചു മടുത്തു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാനും അനുമതിയുണ്ട്. 33-52 എൻ്റെ വിശ്വാസം. താങ്കൾക്ക് താല്പര്യമുള്ളവളെ സ്വീകരിക്കാം, അല്ലാത്തവരെ അകറ്റി നിർത്താം. ഇനി അകറ്റി നിർത്തിയവരിൽ നിന്ന് തിരിച്ചെടുക്കണമെങ്കിൽ അതുമാകാം. മൊത്തത്തിൽ ഭോഗിക്കാൻ വേണ്ടിയിട്ടു മാത്രം ഒരു കളിമതം. ഇനി 4 അധ്യായത്തിന്റെ 24 അനുസരിച്ചിട്ടാണെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ ഇവർക്ക് അടിമയുമാക്കാം, അവളുമായിട്ട് ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ സെക്സും ചെയ്യാം. ഇതൊരു ക്രൂരതയാണെന്ന് ഇതൊക്കെ. കല്യാണം കഴിക്കാതെ എത്ര പെണ്ണുങ്ങളുമായിട്ട് വേണമെങ്കിലും അടിമഭോഗമെന്നും താൽക്കാലിക വിവാഹമെന്നും യോനിക്കൂലിയെന്നും ഒക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ പറയുന്നത്. സെക്സ് ഇസ്ലാം. വേശ്യകളെ നിയമിക്കുന്നതിനു വേണ്ടി മുഹമ്മദ് തൻ്റെ അനുയായികളെ അനുവദിച്ചു. എങ്ങനെ നിയമിക്കാൻ? വേശ്യകളായിട്ട് പെണ്ണുങ്ങളെ ആക്കി മാറ്റാൻ. വ്യഭിചാരം അനുവദിച്ചു കൊടുത്തു. എന്നിട്ട് താൽക്കാലിക വിവാഹം എന്ന പേരിൽ പെയ്ഡ് പ്രൊമോഷൻ വേറെ ചെയ്തു കൊടുത്തു. യോനിക്കൂലി കൊടുത്തു, കിടന്നു, സുഖിച്ചു, കൂലി കൊടുത്തു പോയി. അങ്ങനെ അറബിക് കല്യാണം എന്ന പേരില്, നിലമ്പൂർ കല്യാണം എന്ന പേരില് കുറെ കാലം നമ്മുടെ നാട്ടിലും ഇതൊക്കെ അരങ്ങേറിയിട്ടുണ്ട് കേട്ടോ. 4 അധ്യായം ഖുർആനിലെ 24 വചനം അനുസരിച്ചിട്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 3250 ഹദീസും 3248 ഹദീസും ഒന്ന് നോക്കിയാൽ മതി. പണ്ട് എന്തെങ്കിലും ബാർട്ടർ സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നില്ലേ? സാധനത്തിന് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതി. കുരുമുളകൊക്കെ വാങ്ങാൻ വരുന്ന കിളവന്മാർക്ക് അറബികളെ, വ്യാപാരികളായിട്ടുള്ള കേരളക്കാർക്ക് അത്തരം അറബികളായിട്ടുള്ള ആളുകളെ ഭയങ്കര പ്രിയമായിരുന്നു. പണമുണ്ടല്ലോ, അവരെ സ്വന്തമായിട്ട് വീട്ടിൽ വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഒരു 10, 30, 40 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. എന്നിട്ട് അവരെ പതിയെ ചെറിയ മക്കളെയൊക്കെ അവരുടെ മുറിയിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ട് അവരുടെ പണം കിട്ടും. മക്കളെ വിൽക്കുക, തീറ്റയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച്. പ്രധാന ഉദ്ദേശം എന്തെന്നറിയാമോ? വിളമ്പാൻ അയക്കുന്നത് സ്വന്തം മക്കളെ ആയിരിക്കും. കിളവൻ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലേലം തുടങ്ങും. അവരുടെ കയ്യിലെ പണമായിരുന്നു ഇവിടത്തെ ആളുകൾക്ക് മുഖ്യം. ഈ ഇറാനിലൊക്കെ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ ലേല സമ്പ്രദായം. ഒളിയാതെ തന്നെ അവർക്ക് പറ്റും അതൊക്കെ കേട്ടോ. അപ്പം അതിലെ പങ്ക് കിട്ടുന്നതിന് വേണ്ടി സ്വന്തം വീട്ടിലെ മാറുമുളച്ചിട്ടില്ലാത്ത പൈതലുകളെ വരെ ഈ കിളവന്മാർക്ക് അറബികൾ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. ലൈംഗിക ബന്ധം എന്ന അർത്ഥം വരുന്ന സെക്സ്, നിക്കാഹ് വിലപേശിയാണ് കെട്ടിയിരുന്നത്. ഈ കാപ്പാട് മീനും കൊണ്ടുപോകുന്ന ഒരാളുണ്ട്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ മുമ്പ് മീൻ കൊണ്ടുവന്നിരുന്നത് കക്ഷിയാണ്. അയാളുടെ ഒരു പെങ്ങളുണ്ടായിരുന്നു, അത്ര ചെറിയ പെങ്ങൾ.
ആ പെങ്ങളെ 10-40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു അറബിക്ക് കെട്ടിച്ചു കൊടുത്തു. ഈ അറബി കോഴിക്കോട് അന്ന് ഒരു റൂം എടുത്താണ് നിന്നത്. ആ റൂം എടുത്ത് ഈ കൊച്ചിനെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് നൈറ്റ്, അന്ന് ആ കൊച്ചിന് 8 വയസ്സാണ് ഉണ്ടായിരുന്നത് അത്രേ. അപ്പോൾ ഈ കൊച്ചിന് ഫസ്റ്റ് ദിവസം ഓവർ ബ്ലീഡിങ് ഉണ്ടായി. കൂടുതലൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, അതിനുള്ള മനക്കെട്ടി എനിക്കില്ല. ഈ പൈതലിന് ഓവർ ബ്ലീഡിങ് ഉണ്ടായി. വേഗം ഈ പൈതലിനെ എടുത്ത് ആശുപത്രിയിലും കൊണ്ടുപോയി. ഇവർക്ക് ശരിക്ക് പണമൊക്കെ കൊടുത്തിട്ട് നാട് വിട്ടു. ഒരു കേസുമില്ല, ഒരു വഴക്കുമില്ല. അവരിന്ന് അത്യാവശ്യം ആ പെങ്ങളും മോളും ഒക്കെ നല്ല രൂപത്തിലാണ് ജീവിക്കുന്നത്. കാരണം അയാളുടെ പണം കിട്ടി. ഈ അറബി കൂടുതൽ കാലം ജീവിച്ചുമില്ല, ചത്തുപോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ആവട്ടെ, പണത്തിനു വേണ്ടി എന്തും ചെയ്യും ഇവന്മാര്. ഇതിനകത്ത്